ഹലോ, ഞാൻ ഈ വീഡിയോയിൽ എന്നത്തെയും പോലെ തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഇടയാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് 2 ചൂട് ഇടിയപ്പം, അതുപോലെ തന്നെ കിഴങ്ങ് കറിയുടെ കൂടെ ഞാൻ എന്താ പറയുക, ഒരു മുട്ട ബോയിൽ ചെയ്തിട്ടു. 2-3-4 മുട്ട ബോയിൽ ചെയ്തിട്ടായിരുന്നു. അതും ഇക്കാക്കും പിള്ളേർക്കും എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിഴങ്ങ് കറി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇക്കാക്ക് കിഴങ്ങ് കറി അത്ര താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കിഴങ്ങ് കറിയിൽ എഗ്ഗ് ബോയിൽ ചെയ്തിട്ടത്. എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ലായിരുന്നു, എങ്കിലും ഞാൻ ചെയ്ത കൂട്ടത്തിൽ ഞാനും അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചൂടുവെള്ളമാണ് കുടിക്കുന്നത്. അപ്പോൾ ഓക്കെ ആവുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേയിൽ മുതൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചായ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ചൂടുവെള്ളമാണ് കുടിക്കുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്ത ഒരു പൊട്ടാറ്റോ കറി ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയാണ് ഞാനിന്ന് ഇടിയപ്പം കഴിക്കുന്നത്. അതും ബോയിൽഡ് എഗ്ഗ്, മുട്ട പുഴുങ്ങിയതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എഗ്ഗ് യോക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ കഫക്കെട്ടൊക്കെ കാരണം എഗ്ഗ് യോക്ക് കുറച്ച് ഡേയ്സായിട്ട് കഴിക്കാതിരിക്കുകയായിരുന്നു. എനിക്ക് എഗ് വൈറ്റിനേക്കാളും കൂടുതൽ എഗ്ഗ് യോക്ക് ഭയങ്കര ഇഷ്ടമാണ്. എഗ്ഗ് യോക്ക് ഒരുപാട് കഴിക്കുന്നത് അത്ര നല്ലതല്ല, ഒരുപാട് കഴിക്കാറില്ല. എങ്കിലും ഇന്ന് എന്താ പറയുക, പൊട്ടറ്റോ കറിയും ബോയിൽഡ് എഗ്ഗും എഗ്ഗ് യോക്കും ഒക്കെ ചേർത്തിട്ട് കുഴച്ച് എന്താ പറയുക, വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ഇടിയപ്പവും കിഴങ്ങ് കറിയിലേക്ക് മുട്ടയിട്ടപ്പോൾ ഒരു മുട്ടക്കറി പോലത്തെ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു. പിന്നെ നല്ല വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ട്. അപ്പോൾ ചൂടുവെള്ളവും കുടിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഇന്നലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കിഴങ്ങ് കറി എന്ന് പറയുന്നത് ചപ്പാത്തിയുടെ കൂടെ കഴിച്ചപ്പോഴും കഴിഞ്ഞ ദിവസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെള്ളയപ്പത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നാണ് ഒന്ന് ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിച്ചു നോക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ എൻജോയ് ചെയ്ത് നമ്മളിങ്ങനെ ഈ ഇറച്ചിക്കറി വെക്കുന്നത് പോലെ വെച്ചതുകൊണ്ട് തന്നെ ഈ കിഴങ്ങ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വെച്ചത് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞായിരുന്നു. കൂടുതലും ഞാനാണ് കഴിച്ച് തീർത്തത്. എനിക്കതുപോലെ ഇത് വെച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും എല്ലാം ഞാൻ ഇതെടുക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് പേരയ്ക്ക ഞാൻ കട്ട് ചെയ്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉള്ളിൽ ഒരു ലൈറ്റ് പിങ്ക് ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല മധുരമുള്ള കുറച്ച് ക്രഞ്ചി ആയിട്ടുള്ള നല്ല അടിപൊളി പേരയ്ക്ക. അതിനുശേഷം ഇത് ഒരു നോർമലിൽ നിന്ന് മാറിയിട്ട് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് കിവിയാണ്. നല്ല മധുരമുള്ള കിവി, നല്ല യെല്ലോ കളറൊക്കെ ആയിട്ട് ഉള്ളിൽ റെഡ് കളറൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കിവിയെ. പിന്നെ നമ്മൾക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ കണ്ടല്ലോ ഞാൻ കാര്യമായിട്ട് ലഞ്ച് കഴിച്ചില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കുറച്ച് കട്ട് ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി. അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഒരു സമയം എന്ന് പറയുന്നത് 4:30 ഒക്കെ ആയി. അത്യാവശ്യം നല്ല വിശപ്പുമായി. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ കടവത്തൂർ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഈവനിങ് ടീ ആയിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഞങ്ങളുടെ ഈവനിങ് ടീ ആൻഡ് സ്നാക്കും കൂടി ഞാൻ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആദ്യം തന്നെ പുറത്തുള്ള നമ്മുടെ സ്നാക്ക് കോർണർ ഉണ്ടല്ലോ, അങ്ങോട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ഞാൻ നോക്കുമായിരുന്നു. അപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഒരു കാര്യമുണ്ട്, സാധാരണ ഞാൻ ഒരുപാട് ഐറ്റംസ് വാങ്ങിച്ച് കൂട്ടാറുണ്ട്. ഞാനപ്പം വിചാരിച്ചു ഇന്ന് സെലക്റ്റഡ് ആയിട്ട് 2-3 ഐറ്റംസ് വാങ്ങിച്ച് അത് ടേസ്റ്റി ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ ഉപ്പിലിട്ട അവിടെ ഒരു കോർണർ ഉണ്ടായിരുന്നു. അവിടെ പൈനാപ്പിളും അതുപോലെ തന്നെ നെല്ലിക്ക ഉപ്പിലിട്ടതും മാങ്ങ ഉപ്പിലിട്ടത്. അപ്പം ഞാൻ 2 പീസ് മാങ്ങ ഉപ്പിലിട്ടത് വാങ്ങിച്ചു. നല്ല വിനാഗിരിയും പച്ചമുളകിൻ്റെ എരിവും ആവശ്യത്തിന് ഉപ്പും ഒക്കെ പിടിച്ചിട്ട് നല്ല ക്രിസ്പി ക്രഞ്ചി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഉപ്പിലിട്ട
ഉപ്പിലിട്ടത്. അപ്പോൾ അതും ചവച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സ് വന്നു. ഇതെന്ന് പറയുന്നത് ചിക്കൻ സമൂസയാണ്. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദുബായിൽ നിന്ന് വെജിറ്റബിൾ സമൂസ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരിടത്തും നല്ല വെജിറ്റബിൾ സമൂസ കിട്ടാനില്ല. നമ്മൾ വെജ് സമൂസ എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നതൊക്കെ ഉള്ളിലെന്തോ തരിതരി പോലെ വന്നിട്ട് എന്തോ ഒരു ഐറ്റമാണ്. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പം വെജ് സമൂസ ഇല്ല. അപ്പം ഇന്നും ഒരു ചിക്കൻ സമൂസ വാങ്ങിച്ചു. ആ ഒരു എന്താ പറയുക, ഇത് മാറ്റാനായിട്ട്, വിഷമം മാറ്റാൻ. പക്ഷേ പോരാ, അത്രയ്ക്കങ്ങ് പോരാ. കാരണം ഉള്ളിൽ അധികം സ്പൈസ് ഒന്നും ഇല്ല. പുറമേ ക്രഞ്ച് ക്രിസ്പ് അതൊക്കെ ഓക്കെയാണ്, ഉള്ളിൽ വേണ്ട അത്ര സ്പൈസി ഇല്ല. പിന്നെ അതാ നല്ല എരിവുള്ള ചൂട് ചായ ഊതി ഊതി കുടിക്കുകയാണ്. ഞാൻ പാൽ ചായ എടുത്തില്ല, ഞാൻ ബ്ലാക്ക് ടീ തന്നെയാണ് എടുത്തത്. അപ്പോൾ ഒരു ബ്ലാക്ക് ടീക്ക വാങ്ങിച്ചത് പാൽ ചായയാണ്. ഞാനിതാ ബ്ലാക്ക് ടീ ആണ്. പിന്നെ അതാ നമ്മൾ വേറെ കുറച്ച് ഓണിയൻ പക്കോടയൊക്കെ വാങ്ങിച്ചു. അത് ടൊമാറ്റോ കെച്ചപ്പൊക്കെ മുക്കി കഴിച്ചു. അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ സമൂസ അത്ര പോരായിരുന്നു. കാരണം ചിക്കൻ സമൂസയുടെ ഉള്ളിൽ ആ മസാല എന്ന് പറയുന്നത് ഒട്ടും എരിവില്ലായിരുന്നു. അപ്പോൾ നമുക്കത് കഴിക്കുമ്പോൾ ഒരു ഫീലില്ല. പിന്നെ അതിനുശേഷം ഇതാ ഓണിയൻ പക്കോട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടൊമാറ്റോ കെച്ചപ്പിലൊക്കെ മുക്കി നല്ല ക്രഞ്ചി ക്രിസ്പി, നല്ല കിരികിരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ചൂട് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പഴം, പിന്നെ ഇതെന്ന് പറയുന്നത് പ്രോൺസ് കൽമാസ്. അപ്പോൾ ഉള്ളിൽ പ്രോൺസിൻ്റെ സ്റ്റഫിംഗ് ആണ്, പുറത്ത് ഒരു എന്താ പറയുക, പുറത്ത് നമ്മുടെ അരിപ്പൊടിയുടെയൊക്കെ ഒരു മിക്സാണെന്ന് തോന്നുന്നു. എനിക്ക് കൽമാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയയിലോട്ടൊന്നും അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്നാക്ക് അല്ല. എനിക്ക് തോന്നുന്നു തലശ്ശേരി, കോഴിക്കോട്, കണ്ണൂർ അവരുടെ ഒരു ഐറ്റം ആണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കൽമാസ് ഞങ്ങളുടെ ഇടയിലോട്ട് അത്ര പോപ്പുലർ അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ അത് അത്യാവശ്യം സ്പൈസി ആയിരുന്നു. അത് ചൂട് ചായയുടെ കൂടെ അത്യാവശ്യം രസമുണ്ടായിരുന്നു. പിന്നെ ഇക്കാണ് പഴംപൊരി ഓർഡർ ചെയ്തത്. അപ്പം ഇക്കാടെ പഴംപൊരിയിൽ നിന്ന് ഞാൻ 1-2 പീസ് കഴിച്ച് നോക്കുകയാണ്. അങ്ങനെ എല്ലാം കൂടി ഒരുപാട് സ്നാക്സ് ഒന്നും വാങ്ങിച്ച് കൂട്ടിയില്ല. ഒരു പീസാണ്, എല്ലാവരും ഓരോരോ പീസുകളാണ് പല പല ഐറ്റംസ് എടുത്തത്. അത് ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. പിന്നെ സാറ പിന്നെ ചായ കുടിക്കാത്തതുകൊണ്ട് തന്നെ മോൾക്കിപ്പോൾ ചായ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രേപ്പ് ജ്യൂസ്, അവൾക്ക് ഗ്രേപ്പ് ജ്യൂസാണ്. പിന്നെ ഗ്രേപ്പ് ജ്യൂസ് ചെറിയൊരു ശോകം എന്ന് പറയുന്നത്, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗ്രേപ്പ് ജ്യൂസ് എന്ന് പറയുമ്പോൾ എൻ്റെ മൈൻഡിലേക്ക് ആദ്യം വരുന്നത് നമ്മളിങ്ങനെ അമ്മച്ചി വീട്ടിൽ വേവിച്ച് ഊറ്റി അടിച്ചെടുക്കുന്ന ഒരു ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട്, അതാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത്. പക്ഷേ ഇത് ഡയറക്റ്റ് ഗ്രേപ്പ് ജ്യൂസ്, അത് ഒരു കമർപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് കുടിച്ചപ്പോൾ ഒരു ഡിസ്റ്റർബ് ഫീൽ ചെയ്തു. എങ്കിലും നമ്മൾ എല്ലാവരും കൂടി കുടിച്ചു. പിന്നെ ഞാൻ ശരിക്കും ഇന്ന് കടിഞ്ചായയുടെ കൂടെ ബ്ലാക്ക് ടീയുടെ കൂടെ എനിക്കിന്ന് കപ്പ ബിരിയാണി, എല്ലുങ്കപ്പയും കഴിക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ നമ്മൾ ഒരു എല്ലുങ്കപ്പ ഓർഡർ ചെയ്തു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, പിന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആകെ ഒരു ഡിസ്റ്റർബായിട്ട് തോന്നിയത് ആ മുകളിൽ കൊത്തി എറിഞ്ഞിട്ടിരിക്കുന്ന മല്ലിയിലയാണ്. എനിക്ക് ഈ വക കപ്പ ഐറ്റംസിനൊന്നും മല്ലിയില ഇടുന്ന വലിയ താല്പര്യമില്ല. നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ അത് എന്താ പറയുക, ഇടണ്ടെന്ന് പറയായിരുന്നു. എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചാലും മല്ലിയില കഴിച്ച് താഴോട്ട് ഇറങ്ങുമ്പോഴത്തേനും അത്യാവശ്യം പിന്നെയും മല്ലിയില കടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ നാടൻ ഐറ്റംസ്, മോഡേൺ ഐറ്റംസിന് പോലും എനിക്ക് മല്ലിയില വലിയ താല്പര്യമില്ല. നാടൻ ഐറ്റംസിന് ഒട്ടുമേ മല്ലിയില അരിഞ്ഞിടുന്നത് താല്പര്യമില്ല. അപ്പോൾ കപ്പയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ വീട്ടിൽ അമ്മമാരുണ്ടാക്കി തരുന്ന ആ ഒരു ടേസ്റ്റൊന്നുമില്ല, കുഴപ്പമില്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനപ്പോൾ കുറച്ച് സവോള, കുറച്ച് ചോപ്ഡ് ഓണിയൻസ് ചോദിച്ചായിരുന്നു. അത് ഏതായാലും കൊണ്ട് തന്നു. അത് അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് ക്രഞ്ചി ആയിട്ട്, അത് കപ്പയുടെ കൂടെ കടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ ചിക്കൻ കപ്പ ബിരിയാണി ഉണ്ട്, അതുപോലെ തന്നെ ബീഫ് കപ്പ ബിരിയാണി ഉണ്ട്. അപ്പം എനിക്ക് ബീഫ് കപ്പ ബിരിയാണി കഴിക്കാനാണ് തോന്നിയത്. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ജസ്റ്റ് ഞാൻ ആ ഒരു ഉപ്പിലിട്ട ഐറ്റംസ് നിങ്ങളെ കാണിച്ചില്ലായിരുന്നല്ലോ, അത് ഒന്ന് കാണിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഫുഡ് അടി പരിപാടി ഒക്കെ കഴിഞ്ഞു. സാറാക്ക് കുറച്ച് ലോലിപോപ്സൊക്കെ കിട്ടിയതിൻ്റെ അരങ്ങാണ്. അപ്പോൾ സാറ വേസ്റ്റ് ബിന്നിലെന്തോ പോയി കൈയിടാൻ പോയപ്പോൾ പേടിപ്പിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അതിനുശേഷം നമ്മൾ വണ്ടിയിലേക്ക് കയറുകയാണ്. ഒരു 2 മിനിറ്റ്സേ ഉള്ളൂ കേട്ടോ, ഇവിടെ നിന്ന് 2 മിനിറ്റ്സേ ഉള്ളൂ. അങ്ങനെ കപ്പ ബിരിയാണി കഴിക്കാൻ പറ്റാണ്ട് അതും പാഴ്സലും എടുത്ത് നമ്മൾ തിരിച്ചിറങ്ങി. അതിന് ശേഷം ഒരു 7:30 ഒക്കെ ആയപ്പോഴത്തേനും എന്ത് ചെയ്തു, മക്കൾക്ക് ഏത്തപ്പഴം പുഴുങ്ങി, അത് നമ്മളെല്ലാവരും കൂടെ ഓരോ പീസ് കഴിച്ചു.
ഞാൻ ആ ഏത്തപ്പഴമൊക്കെ കൊടുത്ത് മക്കളെ ജസ്റ്റ് ഒന്ന് സൈഡാക്കിയതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ വിശപ്പൊന്ന് അവർക്ക് പെട്ടെന്നൊന്ന് വിശക്കാതിരിക്കാൻ. എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഇന്ന് കുക്കിംഗ് ഉണ്ട്, ഡിന്നറിന് കുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും ഇരിപ്പില്ല, കാരണം നമ്മുടെ പൊട്ടറ്റോ കറിയും അവക ഐറ്റംസൊക്കെ എക്സ്ട്രാ ഇരിക്കുന്ന ഐറ്റംസൊക്കെ ഞാൻ എടുത്ത് തീർത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതാ ഞാൻ എൻ്റെ ഇന്ന് ബീഫ് എല്ലുകറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിപ്പോൾ ഇത് വെള്ളത്തിൽ കിടക്കുന്നതേ ഉള്ളൂ. അത് കഴുകി വാരി റെഡിയാക്കി അത് കറി വെച്ച് വേണം ഇന്ന് രാത്രിത്തേന് നമുക്ക് ഡിന്നർ എടുക്കാനായിട്ട്. അപ്പോൾ ബീഫ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല താമസമുണ്ടല്ലോ, ചിക്കൻ പോലെ പെട്ടെന്നാവുന്ന ഒരു ഐറ്റം അല്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വിനേഗർ ലാസ്റ്റ് ഒഴിച്ച് അത് നന്നായിട്ട് തിരുമ്മി ഒന്ന് കഴുകി വാരി മാറ്റി വെച്ചു. വിനേഗർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബീഫിൽ ചിക്കനിൽ മട്ടനിലും ഒക്കെ ബ്ലഡിൻ്റെ സ്റ്റെയിൻസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ടിപ്പാണ് നമ്മൾ വിനേഗർ ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിക്കളയുക എന്നുള്ളത്. അപ്പോൾ ആ വിനേഗർ ജസ്റ്റ് കുറച്ച് വിനേഗർ ഒഴിച്ചിട്ട് കുറച്ച് നേരം നന്നായിട്ട് തിരുമ്മിയിട്ട് വീണ്ടും ടാപ്പ് വാട്ടറിൽ കഴുകുകയാണെങ്കിൽ നമ്മുടെ മീറ്റിൽ കംപ്ലീറ്റ് ബ്ലഡ് സ്റ്റെയിൻ, അതായത് വാട്ടറിലുള്ള ലൈറ്റായിട്ടുള്ള ആ കളർ ചേഞ്ച് ഉണ്ടല്ലോ, അതുപോലും മാറി കിട്ടിക്കോളും. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു 3/4 കിലോ ബീഫാണ്. 3/4 കിലോ ബീഫാണ്. ആ ബീഫിൽ നിന്ന് ഞാനൊരു 5-6 പീസ് എടുത്ത് മാറ്റുന്നുണ്ട്. അടുത്ത ദിവസത്തേനും ബീഫ് വിത്ത് പൊട്ടറ്റോ ഇട്ടിട്ടുള്ള ആ ഒരു സിമ്പിൾ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് ബീഫ് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ബീഫിലേക്ക് കുറച്ച് ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് 2 മണിക്കൂറത്തേന് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. ഒരു 1/4 മണിക്കൂറത്തേന് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. അതിന് ശേഷം ഇതാ ഫ്രിഡ്ജിൽ നിന്ന് ഐറ്റംസൊക്കെ എടുത്തു. പിന്നെ ഇതാ നമ്മുടെ ബീഫ് കറി വെക്കാനുള്ള ഐറ്റംസൊക്കെ ഒരു 1/4 പീസ് തക്കാളി, ഒരു 5-6 പച്ചമുളക്, ഒരു 1.5 സവോള, കറിവേപ്പില, ഇത്ര ഐറ്റംസാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്ന് പറയുന്നത് റെഡിമെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കുക്കറിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഉലുവ പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പില, ബാക്കി ഐറ്റംസ് എല്ലാം ഒന്നൊന്നായിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ അത്യാവശ്യം നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ എല്ലാം പിടിച്ചു. ആ ഒരു ബീഫെന്ന് പറയുന്നത് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്, ഒന്ന് തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ പച്ചമുളകും സവോളയും കറിവേപ്പിലയും ഉപ്പും ഇട്ട് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ലാസ്റ്റ് തക്കാളി ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു തനി നാടൻ സിമ്പിൾ, ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിമ്പിളായിട്ടുള്ള ബീഫ് എല്ല് കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ കൂടുതലും ദുബായിലുള്ളവർ എല്ലും ബീഫും വാങ്ങിക്കുമ്പോഴത്തേനും കൂടുതലും ഇന്ത്യൻ എല്ല് ബീഫല്ല വാങ്ങിക്കുന്നത്, പാകിസ്ഥാൻ എല്ലും ബീഫുമാണ് വാങ്ങിക്കുന്നത്. കാരണം ഇന്ത്യൻ ബീഫ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ ബീഫ് തന്നെയാണ്. അപ്പോൾ ഇതാ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറുന്നവരെ ഒന്ന് ഇളക്കി വിടുകയാണ്. കുറച്ചും കൂടെ ഒന്ന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. എൻ്റെ മൂക്കിന് അത്ര സ്മെല്ല് കിട്ടാത്തതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഒരു സ്മെല്ല് കുറവൊക്കെ ഫീൽ ചെയ്തു. പിന്നെ പുതിയ ബോട്ടിലാണ്, പുതിയ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, വേറെ ഒരു പുതിയ ബ്രാൻഡാണ്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒരു സ്മെല്ലിൻ്റെ കുറവ്, ഒരു ഫ്ലേവറിൻ്റെ കുറവ് ഫീൽ ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ ഇട്ടു. പിന്നെ ഒരു 1/4 പീസ് തക്കാളി, നമ്മൾ ബീഫിനും മട്ടനും ഒക്കെ ആകുമ്പോൾ ഒരുപാട് തക്കാളി അങ്ങിട്ട് ഇടത്തില്ലല്ലോ, ചിക്കനിൽ കുറച്ചും കൂടെയൊക്കെ തക്കാളി അരിഞ്ഞിടും. നമ്മൾ മട്ടനിലൊക്കെ ആകുമ്പോൾ പൊതുവേ മട്ടൻ കറി ബീഫ് കറിയിലൊക്കെ തക്കാളി തീരെ ചേർക്കാത്തവരുണ്ട്. ഞാൻ പിന്നെ വെറുതെ ഒരു ചെറിയൊരു പീസ്. അതിന് ശേഷം അതെല്ലാം വഴണ്ടതിന് ശേഷം പൊടികളായിട്ട് മല്ലിപ്പൊടി, ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി അതൊക്കെ ഇട്ടിട്ട് പൊടികൾ നന്നായിട്ടൊന്ന് ഇളക്കി വിടുകയാണ് പച്ചമണം ഒന്ന് മാറാനായിട്ട്. ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈനെസ് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ കൊക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം നന്നായിട്ട് ഇളക്കി ഒരു 5 മിനിറ്റ്സോളം ഇളക്കി അതിൻ്റെ പച്ചക്കുത്ത് മണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ബീഫ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ ബീഫൊക്കെ ഇട്ടിട്ട് അതിലേക്ക് വീണ്ടും പൊടികളൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. അത് ഒരു 10 മിനിറ്റ്സോളം നന്നായിട്ട് കിടന്നു, എല്ലാം കൂടെ ഒരുമിച്ച് കിടന്നു. അതിന് ശേഷം ഇത് വെട്ടിത്തിളയ്ക്കുന്ന ചൂടുവെള്ളം നമ്മൾ ലാസ്റ്റ് അതിലേക്ക് ഒഴിക്കാനാണ് പരിപാടി. അപ്പോൾ അതിനുശേഷം പ്രത്യേകിച്ച് ബീഫിൻ്റെ നമ്മൾ ചെയ്യേണ്ട പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ കുക്കർ ക്ലോസ് ചെയ്ത് അതിൽ നിന്നൊരു വിസിൽ അത്യാവശ്യം നല്ല വിസിൽ വേണം, കാരണം ബീഫെന്നൊക്കെ പറയുമ്പോൾ വേവുണ്ടല്ലോ അത്യാവശ്യം. അപ്പോൾ അത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വെള്ളം ചൂടായൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നല്ല ചൂടായി വെട്ടിത്തിളച്ച വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്.
അപ്പോൾ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ഒരു 5 മിനിറ്റ്സോളം വീണ്ടും ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി ഇളക്കി വിട്ടതിന് ശേഷം നമ്മൾ ക്ലോസ് ചെയ്ത് വിസിൽ കേൾപ്പിക്കും. വിസിൽ കുറച്ച് കൂടുതൽ നേരം കുറച്ച് വെച്ചും കൂട്ടി വെച്ചും ആദ്യം കൂട്ടി വെച്ച് കേട്ടു, പിന്നെ കുറച്ച് വെച്ചിട്ട് കുറേ വിസിലും കാര്യങ്ങളൊക്കെ കേൾപ്പിച്ചു. വെൽ കുക്ക് ആവണം. നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതൊക്കെ ഭയങ്കര ചടങ്ങായതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി 8-9 വിസിൽ കേൾപ്പിച്ചായിരുന്നു. നമ്മൾ തുറന്നപ്പോഴത്തേനും വെൽ കുക്കായിരുന്നു, എല്ലാം സെറ്റപ്പായിരുന്നു, ഓക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് ക്ലോസ് ചെയ്ത് വെച്ച് പിന്നെയും വേവിക്കേണ്ടി ഒന്നും വന്നില്ല. ഇതാ നമ്മുടെ ബീഫ് നമ്മൾ വേവിക്കുകയാണ്. അതിനുശേഷം ഇതാ ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല സൂപ്പറായിട്ട് വെന്ത്. എന്തൊക്കെ പറഞ്ഞാലും നാട്ടിലെ രുചിയൊന്നും ഇല്ല കേട്ടോ, കുഴപ്പമില്ല. നമുക്ക് ബീഫൊക്കെ കഴിക്കണം തോന്നുമ്പോഴത്തേനും വാങ്ങിച്ച് കഴിക്കാം. പക്ഷേ നാട്ടിലെ ടേസ്റ്റൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള കഴിപ്പൊന്നും ഇവിടെ നടക്കത്തില്ല. പിന്നെ ഇതാ നമ്മൾ പത്തിരി നൈസ് പത്തിരി ചുട്ടെടുക്കുകയാണ്. ബീഫ് കറിയും റെഡി ആവുകയാണ്. അങ്ങനെ നമ്മുടെ ഡിന്നർ പ്രിപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബീഫ് ഗ്രേവി കുറച്ചൊന്ന് ലൂസായിരുന്നു, അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുക്കി ഞാൻ മാറ്റുകയാണ്. പിന്നെ പത്തിരി പിന്നെ ഓരോന്ന് ചുട്ട് ഞാൻ കാസ്ട്രോളിലേക്ക് ചുട്ട് അടച്ച് മാറ്റുകയാണ്. അപ്പോൾ അതാ നമ്മുടെ കിച്ചൺ ഡ്യൂട്ടി, അടുക്കളയിലെ ഡ്യൂട്ടീസൊക്കെ കഴിഞ്ഞു. നല്ല കുറുകിയ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് കറി, അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നൈസ് പത്തിരി. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം തന്നെ സാറാക്ക് ഒരു 2-3 നൈസ് പത്തിരി എടുത്തിട്ട് വാരി കൊടുത്തു. അതിനുശേഷം ഇതാ നമ്മുടെ പത്തിരി കഴിക്കൽ പരിപാടിയിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ കറി എന്നൊക്കെ പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷോട്ട് എടുക്കുകയായിരുന്നു. അപ്പോൾ ഇതാ പത്തിരിയും വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ടുള്ള പത്തിരി, നൈസ് പത്തിരി, നല്ല ചൂടായിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള തിന്നായിട്ടുള്ള പത്തിരി. അപ്പോൾ പത്തിരി ഞാനിതാ ഒരു 2-3 പ്ലേറ്റിലേക്ക് വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നല്ല അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള നല്ല കുറുകിയ നല്ല സെമി ഗ്രേവിയിലുള്ള എന്താ പറയുക ബീഫ് കറി. ഞാൻ തേങ്ങാപ്പാൽ അധികം മടിക്കാത്ത, കഫക്കെട്ടിനൊന്നും തേങ്ങാപ്പാൽ അത്ര നല്ലതല്ലല്ലോ, എനിക്കും മക്കൾക്കും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കഫം കെട്ടുണ്ട്. ഇപ്പം മാറി വരുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും പാല്, മുട്ട, തേങ്ങാപ്പാൽ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ മാറ്റി നിർത്തേണ്ട ഐറ്റംസ് ഒന്ന് മാറ്റി നിർത്തിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ പത്തിരിയുടെ മുകളിലേക്ക്, നൈസ് പത്തിരിയുടെ മുകളിലേക്ക് എനിക്ക് വേണ്ട ആവശ്യത്തിനുള്ള ബീഫ് കറി ഞാൻ ഒഴിച്ചു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബീഫ് കറി. അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ കോക്കനട്ട് ഓയിലിലാണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. ഉലുവയൊക്കെ പൊട്ടിച്ച് ഉലുവാടയൊക്കെ ഒരു സ്മെല്ല്, ജിഞ്ചർ ഗാർലിക്ക് എല്ലാം കൂടെ, സവോളയൊക്കെ നന്നായിട്ട് വഴണ്ടിരുന്നു. പിന്നെ പൊടികളുടെ പച്ചക്കുത്ത് മാറാൻ വേണ്ടി പൊടികളൊക്കെ അത്യാവശ്യം ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് മൂപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കറി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സവോളയും തക്കാളിയൊന്നും കാണാൻ പോലും ഇല്ല, വെന്ത് അലിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ബീഫ് എന്നൊക്കെ പറയുന്നത് നല്ല വെന്ത് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് വെന്ത്, കുറച്ച് കൂടുതൽ വെന്ത് പോയാലും കുഴപ്പമില്ല, വേവാതെ കിടക്കുമ്പോൾ നമുക്ക് സഹിക്കത്തില്ല. അങ്ങനെ ഇതാ വളരെ എൻജോയ് ചെയ്തു, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇന്നലത്തെ ഡിന്നർ. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയതിന് ശേഷം കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് റിലാക്സ് ചെയ്തതിന് ശേഷം പയ്യെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ബീഫ് കറിയൊക്കെ വെച്ച് ഫാമിലിയായിട്ട് എല്ലാവരുമായിട്ടും ഒരുമിച്ചിരുന്ന് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.